ഇന്ത്യ കാനഡ ബന്ധം നിലവിൽ വഷളായ രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ കാനഡയ്ക്ക് ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. അത് വേറൊന്നുമല്ല, കാനഡയിൽ നിന്നുള്ള ഖലിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കാനഡയിൽ നിന്ന് ഉണ്ടായത്. കാരണം ഇത് ഇന്ത്യയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയോട് കൂറ് പുലർത്താത്ത കാനഡയിലുള്ള പൗരന്മാർ, അല്ലെങ്കിൽ കാനഡയിലുള്ള ഇന്ത്യൻ പൗരന്മാർ, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായി കാനഡയിൽ പോയി കനേഡിയൻ പൗരത്വം സ്വീകരിച്ചവർ ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത പറയുന്ന ഇവർ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒരു പ്രത്യേക തരം നിബന്ധന ഇന്ത്യ അവിടെ വച്ചിരുന്നു. അതായത് ഇന്ത്യയോട് നിസ്വാർത്ഥമായ കൂറ് പുലർത്തും എന്ന് ഇവർ ഒരു പ്രത്യേക കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണം എന്നുള്ളതായിരുന്നു ആ നിബന്ധന എന്ന് പറയുന്നത്. ഈ നിബന്ധന യഥാർത്ഥത്തിൽ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് ആണ് നമുക്കിപ്പോൾ മനസ്സിലാകാനായി സാധിക്കുന്നത്. കാനഡയിലുള്ള ഖലിസ്ഥാനികൾ എല്ലാം ഒന്നടങ്കം അന്തം വിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുന്നില്ല, ഇന്ത്യ ഇവർക്ക് വിസ നിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മോശമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ കാനഡ വീണ്ടും ശ്രമിച്ചു എന്നാണ് ഇന്ത്യ പറയുന്നത്. ചില കനേഡിയൻ മാധ്യമ റിപ്പോർട്ടുകളെ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു. ഇന്ത്യയുടെ പരമാധികാരത്തിൽ ആരെയും ഇടപെടാൻ സമ്മതിക്കില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇപ്പോഴിതാ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ആർക്ക് വിസ നൽകണം, ആർക്ക് വിസ നൽകണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, കാനഡയല്ല, മറിച്ച് ഇന്ത്യയാണ് എന്നാണ്. കാനഡയിലുള്ള ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ ഓഫീസ് അടക്കം പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിസയ്ക്കായി കാനഡയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അവിടെ അപേക്ഷിക്കാൻ എത്തുമ്പോൾ വിസ ഇല്ല എന്നുള്ള കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കനേഡിയൻ ഖലിസ്ഥാനികൾക്ക് ഇന്ത്യ വിസ നിഷേധിക്കുന്നു എന്ന ആരോപണം ഉയർന്നു. ഇതേ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള കനേഡിയൻ മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരണമാണിത്. ഇന്ത്യക്കാർക്ക് വിസ നൽകുന്നത് ഞങ്ങളുടെ പരമാധികാര പ്രവർത്തനമാണ്. നമ്മുടെ സത്യസന്ധതയെ ഹനിക്കുന്നവർക്ക് വിസ നൽകാതിരിക്കാൻ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ കനേഡിയൻ മാധ്യമങ്ങളിൽ നാം കാണുന്ന അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിദേശ ഇടപെടലിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യ നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യ വിരുദ്ധർക്കെതിരെ എന്ത് നടപടിയാണ് കാനഡ എടുത്തത് എന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ബംഗ്ലാദേശ് അടക്കം ഇന്ത്യ വിരുദ്ധർക്കെതിരെ അവിടെ നടപടിയെടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത് എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യമായി വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്നുണ്ട്. കാനഡയിലെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹവുമായി പലതവണ സംസാരിച്ചു. കൂടാതെ ഹർദീപ് സിംഗ് നിജ്ജാർ കേസിൽ ഞങ്ങളുടെ നിലപാടും അവതരിപ്പിച്ചു. എന്നാൽ അവിടെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, കാനഡയിൽ നിന്ന് ഖലിസ്ഥാനികൾ ഇനി ഇന്ത്യ കാണില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. ഖലിസ്ഥാനികൾ മാത്രമല്ല, കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരായി ചമഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആൾക്കാരും കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധത പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടെ ഇതൊരു താക്കീതാണ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇനി വരണമെങ്കിൽ നമ്മുടെ രാജ്യത്തോട് നിസ്വാർത്ഥമായ കൂറ് പുലർത്തും, ഖലിസ്ഥാനെ തള്ളിപ്പറയണം, 100% നമ്മുടെ രാജ്യത്തെ അനുകൂലിക്കണം എന്ന ആ ഒരു കത്തിൽ, ആ ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ, ആ ഒരു പ്രതിജ്ഞയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഖലിസ്ഥാനികൾ മുഴുവൻ പെട്ടിരിക്കുകയാണ്. ഇവരുടെ ബിസിനസ്, കുടുംബങ്ങൾ, മതസമ്മേളനങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കുന്നതിനായി ഇവർക്ക് ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഇനി ഖലിസ്ഥാനികൾക്ക് ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. അവർ ഇന്ത്യയിലേക്ക് കാലുകുത്തണ്ട, അതായത് ഇന്ത്യ വിരുദ്ധർ ഇന്ത്യയിലേക്ക് കാലുകുത്തണ്ട. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.